എൻ്റെ മെയിൻ വേട്ടമൃഗം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. വേറെ ഒന്നിലും ഞാൻ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ ഇംഗ്ലീഷിൽ വാങ്ങുന്നുള്ള ഭാഗ്യവശാൽ RRB പ്രിലിംസിന് ഇംഗ്ലീഷ് ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു പഠിച്ചാൽ കിട്ടുമായിരിക്കും. അപ്പോൾ പിന്നെ പക്ഷേ ഞാൻ പഠിച്ചില്ല. പിന്നെ ഉള്ളത് പിന്നെന്താ ഉള്ളത്, എല്ലാവരും GA ഒക്കെ പഠിക്കുക, ഇത്രേ പറയാനുള്ളൂ. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി, പിന്നെ ടീംമേറ്റ്സിനും ഇങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ എന്നെ സഹായിച്ചതിന്. പിന്നെ ഞാൻ 22-ലാണ് ഡിഗ്രി കഴിയുന്നത്. അപ്പം ഡിഗ്രി കഴിഞ്ഞാൽ ആദ്യം കുറച്ച് 10-15 ദിവസം വെറുതെ ഇരുന്ന് അങ്ങനെ കറങ്ങി നടന്ന് പിന്നെയാണ് ഇതാക്കിയത്. വീട്ടുകാർ ചോദിച്ച് ഇനി എന്താ പരിപാടി. അപ്പം പരിപാടിയൊന്നും തലയിലില്ല, മുന്നോട്ട് പഠിക്കാനും വലിയൊരു താല്പര്യം ഇല്ലായിരുന്നു. അപ്പം വീട്ടുകാർ അച്ഛൻ പറഞ്ഞതൊക്കെ SSC നോക്ക്, അച്ഛൻ ഇതിലാണ് GSTയിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം SSC നോക്ക്, അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് ചേർന്നു. 3-4 മാസം കഴിഞ്ഞിട്ടാണ് അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞത് ഞാൻ SSCക്കല്ല ചേർന്നത്, ബാങ്കിനാണ് ചേർന്നത്. കാരണം ഞാൻ എൻ്റെ ഫാമിലിയിലുള്ള ബാക്കിയുള്ളവരൊക്കെ ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാനും ആ വഴിക്ക് തന്നെ പോകാമെന്നുള്ള സ്വയം എടുത്ത തീരുമാനമാണ്. അപ്പം ഇതിൽ വന്ന് ചേർന്നു. പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ പറ്റിയിട്ടാണ്. കുറച്ചെങ്കിലും അറിയുന്ന, ഈ എക്സാമിന് വരുന്ന 3 സബ്ജക്റ്റിൽ അറിയുന്ന ഒരു സാധനം ഇംഗ്ലീഷാണ്. അതൊന്ന് ഷാർപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് അജിത് സാറാണ്. പിന്നെ ഒന്നും അറിയാത്ത റീസണിങ് ആണ്, അത് എവിടേക്കോ കൊണ്ടെത്തിച്ചത് ഷാജി സാറാണ്. പിന്നെ വെറുത്തുകൊണ്ട് മാത്രം പഠിച്ചൊരു സബ്ജക്റ്റാണ് കണക്ക്. അത് അന്നും അതെ ഇന്നും അതെ. അപ്പം അതിനെ കുറച്ചെങ്കിലും ഒരു ഇഷ്ടത്തോടെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്തത് അനൂപ് സാറും ജയദീപ് സാറുമാണ്. പിന്നെ എൻ്റെ മാർക്ക് സ്കോർ ചെയ്യുന്ന ഏരിയകൾ കൂടുതലും എടുക്കുന്നത് അനൂപ് സാർ തന്നെയാണ്. അപ്പോൾ അനൂപ് സാറിനോട് എന്നും ആ കടപ്പാടുണ്ടാവും. പിന്നിപ്പോൾ എന്താ GA ഒക്കെ പിന്നെ ഇത്രയും കാലം ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ GA പഠിച്ചിട്ടുള്ളൂ. വേറെ ഒരു പരീക്ഷയ്ക്ക് ഞാൻ GA പഠിച്ചിട്ടില്ല ഇരുന്നിട്ട്. പിന്നെ എനിക്കിവിടെ ഉണ്ടായി കിട്ടിയ ഒരു ഗ്രൂപ്പുണ്ട്, അതൊരു വലിയൊരു ഒരു ഫാമിലി പോലെ തന്നെയാണ്. എൻ്റെ ചേച്ചിയായിട്ട് ഞാൻ കാണുന്ന ലക്ഷ്മി, പിന്നെ ഒരു ദിവസം കൊണ്ട് എൻ്റെ അനിയനായിട്ട് ഉള്ള അജയ്, അവരറിഞ്ഞോ അറിയാതെയൊക്കെ ഞാൻ അവരുടെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഗ്രൂപ്പിനും ഞാൻ വളരെ താങ്ക്ഫുള്ളാണ്. പിന്നെന്താ ഉള്ളത്, എല്ലാവരും GA ഒക്കെ പഠിക്കുക, ഇത്രേ പറയാനുള്ളൂ. കാരണം ഞാൻ GAയിൽ ഒന്നും അറിയാത്തതുകൊണ്ട് എണ്ണം തികയ്ക്കണമല്ലോ എന്ന് വിചാരിച്ച് 10 പോയി കുത്തിയിട്ട് വരുന്ന ആളായിരുന്നു. ഒന്നും അറിയണ്ടാവില്ല. അപ്പോൾ POയിലൊക്കെ എനിക്ക് അങ്ങനെ 0.25 സെക്ഷനിൽ ക്ലിയർ ആവാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം പഠിച്ചെഴുതിയ ഒരു പരീക്ഷ, ഇത് ആദ്യമായിട്ടാണ് ഞാൻ RRB എഴുതുന്നത് തന്നെ. 22 ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ ഒന്നും പഠിക്കാണ്ടാണ് കുറേ കാലമൊക്കെ നടന്നത്. അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യും, വൈകുന്നേരം വീട്ടിൽ പോകും, ഇല്ല, പിന്നെ അതേപോലെ തിരിച്ചു വരും. വേറെ എക്സ്ട്രാ പ്രാക്ടീസ് ചെയ്യലൊന്നുമില്ല. അപ്പോൾ പിന്നെ SBI എഴുതാൻ തുടങ്ങി. SBI എഴുതി 10 മാർക്കിന് പോയി. അപ്പം എനിക്ക് തോന്നുന്നു പഠിച്ചാൽ കിട്ടുമായിരിക്കും. അപ്പോൾ പക്ഷേ ഞാൻ പഠിച്ചില്ല. പിന്നെ ഉള്ളത് FCI ആണ്. FCI ഞാൻ എഴുതി മെയിൻസ് വരെ പോയി. മെയിൻസ് കിട്ടി. FCI ആണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന മെയിൻസ്. പക്ഷെ അത് ഞാൻ എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാൻ അക്കൗണ്ട്സ് എന്നുള്ള സെക്ഷനാണ് കൊടുത്തത്. FCI ഗ്രേഡ് 3 അക്കൗണ്ട്സിന് സെപ്പറേറ്റ് പേപ്പറുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം പിന്നെ അവിടെ എഴുതിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ പഠിച്ച BComൽ അക്കൗണ്ട്സ് അല്ല ഇവരതിൽ ചോദിക്കുന്നത്. അപ്പോൾ അതും അങ്ങനെ പോയി. പിന്നുള്ള വർഷം ഞാൻ RRB എഴുതിയിട്ടേ ഇല്ല. കാരണം എൻ്റെ വയസ്സിൻ്റെ പ്രശ്നം വന്നിട്ടില്ല. എൻ്റെ മെയിൻ വേട്ടമൃഗം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. വേറെ ഒന്നിലും ഞാൻ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ ഇംഗ്ലീഷിൽ വാങ്ങുന്നുള്ള ഭാഗ്യവശാൽ RRB പ്രിലിംസിന് ഇംഗ്ലീഷ് ഇല്ല. അതുകൊണ്ട് എനിക്ക് എഴുതാനൊരു ധൈര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഒന്നും എഴുതിയില്ലായിരുന്നു. ഈ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് 2 എക്സാമും എഴുതിയത്. 2 മെയിൻസ് വരെ പോയി. ഇതിൽ PO ആദ്യമായിട്ട് എഴുതിയിട്ട് കിട്ടുകയും ചെയ്തു. അതിന് ടീംമേറ്റ്സിനോട് നന്ദി പറയുന്നു. താങ്ക് യു.